ഈ വിദ്യാഭ്യാസം തൊഴിൽ സമ്പാദനത്തിന് മാത്രമായിട്ടുള്ളൊരു ഉപകരണമാകുന്നു എന്ന് നമ്മുടെ വർത്തമാനകാല വ്യവസ്ഥിതിയിൽ നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഒരു കുട്ടിയുടെ ആത്മീയ ഔന്നത്യത്തിന് വേണ്ടത് അല്ലെങ്കിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സ്വയം ഒരു രൂപപ്പെടലിന്, കുട്ടിയുടെ തിരിച്ചറിവോടെയുള്ള രൂപപ്പെടലിന് NEP സഹായിക്കുമോ? സഹായിക്കണം. NEP സഹായിക്കുകയാണ്. NEP എന്നുള്ള പുസ്തകമല്ല സഹായിക്കുക, അതിലൂടെ പോകുന്ന ടീച്ചർമാരാണ് സഹായിക്കുക, രക്ഷിതാക്കളാണ് സഹായിക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു ജോലി നേടലല്ല. ഇപ്പോൾ അതിൻ്റെ അതാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്, ജോലി നേടാൻ വേണ്ടിയില്ല. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനാകാൻ വേണ്ടിയുള്ള ആൾക്കാരെ നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചട്ടക്കൂടിനുള്ളിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു എക്സ്റ്റൻഷനല്ല, ഒരു സ്വകാര്യ മേഖലയിലെ ജോലിയാണ്. അതുകൊണ്ട് കൃഷിയില്ല, അതിൽ ചെറുകിട വ്യവസായങ്ങളില്ല. പക്ഷേ ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? കൃഷിയിലും വ്യവസായത്തിലും നിർമ്മാണ മേഖലയിലുമാണ്. അവർക്ക് ഈ പഠനമായിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ പഠിച്ച ജോലിയൊന്നുമല്ല കിട്ടുന്നത്. അപ്പോൾ അവരുടെ പഠനത്തിലൂടെ ചില മേഖലയിലേക്ക് അവർക്ക് നാളെ ജീവിക്കാൻ, ജീവസന്ധാരണത്തിന് അവർക്ക് ഇഷ്ടമുള്ള മേഖല സ്വീകരിക്കാൻ സാധിക്കണം. അവിടെ പ്രാവീണ്യം ഉണ്ടാവണം, അത് യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ ജീവിതത്തിലൊരു ജീവിത വീക്ഷണം നൽകാൻ സാധിക്കണം. വെറുതെ നമ്മളുടെ ഒരു ലൈവ്ലിഹുഡ് മാത്രമല്ല, അതതിൻ്റെ ഒരു പ്രാഥമിക തലമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവരിതിൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നൊക്കെ പറയും. അതിലൊരു നീഡ് സാറ്റിസ്ഫാക്ഷനാണ്. അതിനപ്പുറത്തേക്കും പോകാം. ഒരാൾ അവിടെ വന്ന് നിൽക്കും, ചിലപ്പോൾ ഒരു ജോലിയിൽ സംതൃപ്തനായി നിൽക്കും. ചില ആൾക്കാർ അത് മതി, ചില ആൾക്കാർ അതിൻ്റെ അപ്പുറത്തേക്ക് വേണം. പക്ഷേ വിദ്യാഭ്യാസം ഈ ഒരു ജോലിയിൽ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ആകരുത് കാഴ്ചപ്പാട്. അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് എത്രത്തോളം വളരാൻ പറ്റും. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ യൂറോപ്യൻ മനഃശാസ്ത്രപ്രകാരം പറയാം. നമ്മളതിൽ മോക്ഷപ്രാപ്തി, മുമുക്ഷു ആവുക, ഒന്നിലും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എന്നാൽ സന്തോഷത്തോടുകൂടി ജീവിക്കുക. ആ തലത്തിലേക്ക് എത്തണമല്ലോ. തീർച്ചയായിട്ടും അതാണ് വാസ്തവത്തിൽ അതാണ് നേടേണ്ടത്. അറിവ് നേടണം. അറിവ് എന്ന് പറഞ്ഞാൽ പരിമിതമായ എന്തെങ്കിലും ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടല്ല. അത് ചെയ്യേണ്ട സമയമാണെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ ജീവിത ചിട്ടപ്രതി ആ ആശ്രമങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഗൃഹസ്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ സമ്പാദിക്കണം. എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ ആ അറിവ് കൊണ്ട് നല്ല മാർഗത്തിൽ, ധാർമ്മിക മാർഗത്തിൽ സമ്പാദിക്കാനുള്ള അറിവും കഴിവും മനോഭാവവും മൂല്യവും ഒക്കെ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അതിനോടൊന്നും താല്പര്യമില്ലാതെ ഒരു വിരക്തിയോടുകൂടി ജീവിക്കാനും സാധിക്കണം. ഇതൊക്കെ ഞാൻ ആസ്വദിച്ചു കഴിഞ്ഞു. ഇന്ദ്രിയ നിഗ്രഹത്തിൽ ഇന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ അറിവുകളും കഴിവുകളൊക്കെ നിഷ്കാമമായിട്ട് സമൂഹത്തിന് സമർപ്പിക്കാൻ പറ്റുക. നിരവധി ആൾക്കാരില്ല അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അതുര സേവനം നടത്തുന്നു, നാട്ടിൽ പാലിയേറ്റീവ് നടത്തുന്നു, പല പല കാര്യങ്ങൾ നടത്തുന്നു. നമ്മളെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു.